100 സിനിമകൾ വിജയിച്ചാലും രാഷ്ട്രീയ നിലപാട് തിരുത്താത്തിടത്തോളം കാലം ഉണ്ണി മുകുന്ദൻ വെറുക്കപ്പെട്ടവൻ തന്നെയാണ്. സംഘികളും സംഘിയല്ല പക്ഷികളും എത്ര വയറ്റുവാശി കോരി ഒഴിച്ചാലും ഉണ്ണി മുകുന്ദൻ വെളുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവരാണ് ഉണ്ണി മുകുന്ദനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്, ഉണ്ണി മുകുന്ദൻ എന്ത് മാന്യതക്കേടാണ് കാണിച്ചത്? പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ, വിഷമാണെന്ന്. കാരണമൊന്നുമില്ല, ഒരു ഗണപതിയുടെ വിഗ്രഹം പിടിച്ചുകൊണ്ടിരിക്കും. വിഷമാണ്. അല്ലാതെ പൊതുവേദിയിൽ അദ്ദേഹം ഏത് സമുദായത്തെ എന്ത് പറഞ്ഞു എന്നും കൂടെ ഇവരൊക്കെ പറയേണ്ടതുണ്ട്. ചാമേട്ട, ഒന്നുമില്ലായ്മയിൽ നിന്ന് കടന്നു വന്ന് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഇടം ഉണ്ടാക്കിയെടുത്ത ഒരു കലാകാരനാണ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദൻ്റെ ഓരോ സിനിമകൾ പുറത്തിറങ്ങുമ്പോഴും മറ്റൊരു താരത്തിനും ഇല്ലാത്ത ഒരു അധിക്ഷേപ പ്രചരണവും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനവുമെല്ലാം ഉണ്ണി മുകുന്ദൻ്റെ ആദ്യകാല സിനിമകൾ മുതൽ ഉള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാർക്കോ എന്ന സിനിമയാണ് ഉണ്ണി മുകുന്ദൻ ഒരു ബെഞ്ച് മാർക്കായിരിക്കുന്ന ഒരു സിനിമയാണ്. 100 കോടി ക്ലബിലേക്കുള്ള യാത്രയിലാണ് സിനിമ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മാർക്കോയ്ക്കും സമാനമായ രീതിയിൽ തന്നെ ഒരു ഉണ്ണി മുകുന്ദൻ ഒരു വർഗീയവാദിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനം പൊതുവെ ഉയരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ആ ചിത്രം ഇപ്പോൾ 30 കോടി കടന്നിരിക്കുന്നു. 30 കോടി എന്ന് പറയുമ്പോൾ ആദ്യ തിങ്കളാഴ്ചയിലെ കളക്ഷൻ തന്നെ വലിയ രീതിയിൽ 10 കോടി രൂപയിലധികം ഉണ്ട്. 10-ന് മുകളിൽ പോയി. അപ്പോൾ ആദ്യ തിങ്കളാഴ്ചയിൽ ആ കളക്ഷൻ വരികയാണെങ്കിൽ, അതായത് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, സ്ഥിരതയുണ്ട്. അപ്പോൾ സ്ഥിരത നിലനിൽക്കുകയാണെങ്കിൽ അത് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും. കളക്ഷൻ ഇപ്പം നിലവിൽ 50 കോടിക്ക് മുകളിൽ പോകും. ഉടനെ തന്നെ അത് 50 കോടിക്ക് കവർ ചെയ്ത് പോകും. അങ്ങനെയുള്ള പോക്കാണെങ്കിൽ ആ യാത്ര 100 കോടിയിൽ എത്തി നിൽക്കും. അപ്പോൾ അതായത് മലയാളത്തിലെ മറ്റൊരു നടനും കൂടി 100 കോടി ക്ലബിൽ എത്തിയെന്ന് അവകാശപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. നേരത്തെ മാളികപ്പുറമൊക്കെ വന്നപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു അറ്റാക്ക്, മാളികപ്പുറത്തിലെ തുടക്കം മുതലേ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പടത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മാളികപ്പുറം ജയ് ഗണേശൊക്കെ വ്യാപകമായി ആക്രമിക്കപ്പെട്ട ചിത്രമാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ആക്രമം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഇതിൻ്റെ സംവിധായകൻ ഹനീഫ് അദേനി, നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ്, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നിർമ്മാതാവായിരിക്കും ഷെരീഫ് മുഹമ്മദ്. പ്രായം കുറഞ്ഞവരിൽ ഒരാളായിരിക്കും, ഏജ് വളരെ കുറവാണ് അദ്ദേഹത്തിന്. അപ്പോൾ അവരുടെ ചിത്രമാണ് എന്നുള്ള രീതിയിലായതുകൊണ്ട്, അവരുടെയൊക്കെ പേരുകൾ വന്നതുകൊണ്ട് ഈ മതമൗലികവാദികൾക്ക് അങ്ങനെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ കണ്ണുകടി സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഇതാണ്. ഒരു വ്യാപകമായി ഷെയർ ചെയ്യുന്നൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഒരു സിനിമ വിജയിച്ചത് കൊണ്ട് ഉണ്ണി മുകുന്ദൻ മാന്യനാവില്ല. നല്ല കഥയും സ്ക്രിപ്റ്റും മേക്കിങ്ങും ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും. മനസ്സിലായോ? നല്ല കഥ ആരുടെയാ? ഹനീഫ് അദേനിയുടേത്. മേക്കിംഗ് ആരാ? ഹനീഫ് അദേനി. സിനിമ വിജയിക്കും. അതോടെ ആ സിനിമയിലെ അഭിനേതാക്കൾ മാന്യരാകുമോ? ഉണ്ണി മുകുന്ദൻ എന്ത് മാന്യതക്കേടാണ് കാണിച്ചതെന്നാണ് ബാക്കിയൂടെ ഞാൻ വായിക്കാം. അങ്ങനെയെങ്കിൽ പീഡന കേസിലെ പ്രതികളായ നടന്മാർക്കെതിരെയുള്ള കേസുകൾ ഒരു സിനിമ വിജയിച്ചാൽ ഇല്ലാതാകണമല്ലോ. പ്രതീഷ് വിശ്വനാഥിനെ പോലെ കേരളം കണ്ട കൊടിയ വർഗീയവാദികളുടെ സുഹൃത്താണ് താനെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞവനാണ് ഉണ്ണി മുകുന്ദൻ. അയാളിൽ ഒരു സംഘി ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് സംഘികളുമായി ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത്. 100 സിനിമകൾ വിജയിച്ചാലും രാഷ്ട്രീയ നിലപാട് തിരുത്താത്തിടത്തോളം കാലം ഉണ്ണി മുകുന്ദൻ വെറുക്കപ്പെട്ടവൻ തന്നെയാണ്. സംഘികളും സംഘിയല്ല പക്ഷികളും എത്ര വയറ്റുവാശി കോരി ഒഴിച്ചാലും ഉണ്ണി മുകുന്ദൻ വെളുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവനാണ് ഉണ്ണി മുകുന്ദനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്, ഉണ്ണി മുകുന്ദൻ എന്ത് മാന്യതക്കേടാണ് കാണിച്ചത്? അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച് എന്നെന്നും സൂക്ഷിച്ചിട്ടുള്ള, അതിനൊരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ള ഒരു താരമാണ് ഉണ്ണി മുകുന്ദൻ. തൻ്റെ വിശ്വാസങ്ങളെ അദ്ദേഹം ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വർഗീയതയാവുന്നത്? ഒരു പൊതുവേദിയിൽ ഉണ്ണി മുകുന്ദൻ ഒരിക്കലും ഒരു വർഗീയ പരാമർശമോ വിദ്വേഷമോ പ്രചരിപ്പിക്കുന്ന ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഉണ്ണി മുകുന്ദൻ ഒരു മോശക്കാരനാകുന്നത്? അത് മോശക്കാരനാകാനുള്ള കാരണം അതിൽ ചിത്രമായിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ ഒരു ഗണപതി വിഗ്രഹവുമായിട്ട് പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. മാളികപ്പുറത്തിലെ കറുപ്പും ഉടുത്ത് നടക്കുന്ന ഒരു ചിത്രവും ഉണ്ട്. ഈ രണ്ടാണ്
അവൻ കണ്ടിട്ടുള്ള ഉണ്ണിമുകുന്ദനെ മോശക്കാരനായത്. ഗണപതി വിഗ്രഹം കയ്യിൽ പിടിച്ചതും കറുപ്പും ഉടുത്ത് നിൽക്കുന്ന ഈ 2 ചിത്രങ്ങളാണ് അവ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മോശക്കാരനാവാനുള്ള കാരണം. മാർക്കോയിലെ ചിത്രമൊന്നുമല്ല ഇട്ടിരിക്കുന്നത്. മാർക്കോയിലെ ചിത്രമോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ വേറെ ഏതെങ്കിലും ചിത്രമോ ഒന്നുമല്ല ഇട്ടിരിക്കുന്നത്. ഇതാണ് അവൻ മോശക്കാരനാകാൻ, ഉണ്ണിമുകുന്ദൻ മോശമാണ് എന്ന് പറഞ്ഞാൽ ഉള്ള കാരണം. ഇത് ഷെയർ ചെയ്ത് വ്യാപകമായി ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്, ഒരുപാട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ മേപ്പടിയാനൊക്കെ വന്ന സമയത്ത് തന്നെ മേപ്പടിയാൻ റിലീസാവുന്നതിന് മുമ്പ് തന്നെ മേപ്പടിയാനെ ഇടിച്ചതാക്കാൻ വേണ്ടിയുള്ള സാധനം ഇറക്കി വിട്ടായിരുന്നു. ഇത് ഭയങ്കര ഒരു മാസ് അറ്റാക്കാണെന്നേ. ഇതൊരു മാസ് അറ്റാക്കാണ്. അതായത് ഒരു സംഘം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഒരാളെ തകർക്കാൻ വേണ്ടി. അത്തരത്തിലൊരു സംഘം ഇറങ്ങിത്തിരിക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു കൂട്ടർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എവിടെ ഏത് ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അതുപോലെ ഇപ്പുറത്തും എന്തു ചെയ്യും? ഇത്തരത്തിൽ തിരിച്ച് ഉള്ള ചിന്താഗതി ഉണ്ടാകും. ഇതൊരു ഇൻഡസ്ട്രിയെ തകർക്കുകയാണ്. ഇപ്പം മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോകുന്ന ഇവിടുത്തെ എല്ലാവരും CPM-കാരാണോ? അല്ലല്ലോ. പിന്നെ മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോകുന്നവരെല്ലാവരും മുസ്ലിങ്ങളാണ്? അല്ലല്ലോ. അതിന് എത്രയോ ഏറെയുണ്ട് മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ. ഇവന്മാരിവിടെ ഒരു റൗണ്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്രഖ്യാപിത ഒരു സാമ്രാജ്യം അവർക്കായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്രഖ്യാപിതമായി, അതായത് മറ്റ് ആളുകളെ തകർക്കുക, മറ്റാളുകളുടെ സിനിമകളെ തകർക്കുക, ഇൻഡസ്ട്രിയെ തകർക്കും. തങ്ങൾക്ക് അനുകൂലമായ നിലപാടുള്ള ഇത്തരത്തിൽ അവരുടെ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ മാത്രം പിന്തുണച്ചാൽ മതി എന്നൊരു വിഭാഗം അവകാശപ്പെടുമ്പോൾ അതിനെ എതിർത്താൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തും അവർക്കറിയില്ല. ഭവിഷ്യത്ത് അറിയാമെന്നേ. ഇത് മൊത്തത്തിൽ സിനിമ ഇൻഡസ്ട്രിയെ തകർത്ത് കളയാന്നുള്ളത് മാത്രമാണ്. സിനിമയോട് അവർക്ക് താല്പര്യമില്ല. ഈ മതമൗലികവാദികൾക്ക് സിനിമയോട് താല്പര്യമില്ല. അവർ സിനിമ എന്ന് പറയുന്നതൊന്നും അവർക്ക് താല്പര്യമുള്ള വിഷയമല്ല. കലകളൊന്നും താല്പര്യം, കലാരൂപങ്ങളൊന്നും അവർക്ക് താല്പര്യമുള്ള സാധനമല്ല. ഇത്തരത്തിലുള്ള ഓരോ കലയും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനകത്ത് ഈ പറയുന്ന ഇന്നാളെന്നൊന്നുമില്ല. ഇപ്പം ദുൽഖറിനെതിരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ദുൽഖർ സൽമാനെതിരെ വ്യാപകമായിട്ട് ഈ ഇത്തരത്തിലുള്ള പിന്നെ പ്രചാരണങ്ങൾ നടക്കാറുണ്ട്. ഈ ദുൽഖർ സൽമാന്റെ ഭാര്യ തട്ടമിടുന്നില്ല എന്നൊരു പ്രചാരണം വ്യാപകമായി ആസിഫ് അലിക്കെതിരെയുണ്ട്. ഇതിപ്പോൾ ഒരാളെന്നൊന്നുമില്ല ഇവന്മാർക്ക്. ഇവർക്ക് ഇങ്ങനെ ഒരാളെന്നൊന്നുമില്ല. ആരെയും ഈ പറയുന്ന പോലെ നോക്കി വെക്കുക, ടാർഗറ്റ് ചെയ്യുക. ഇത് ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിൽ ഉണ്ണിമുകുന്ദനെ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഉണ്ണിമുകുന്ദനെ കുറച്ച് കൂടുതലായി ആക്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും ദിവസം ഉണ്ണിമുകുന്ദനെ വലിയ രീതിയിൽ ശല്യം ചെയ്യാതിരിക്കാൻ കാരണം ഈ 25-ാം തീയതി ഇപ്പം നാളെ മോഹൻലാലിൻ്റെ ചിത്രം വരാൻ പോവുക. ഇപ്പം ബറോസ് വരാൻ പോവുക. ഉണ്ണിമുകുന്ദൻ കയറി പോയാലും കുഴപ്പമില്ല, മോഹൻലാലിനെ പിടിച്ച് തറയണമെന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, ഇവരുടെ ലക്ഷ്യം. മോഹൻലാലിനെ പിടിച്ച് തറയണം. അപ്പോൾ ഈ പടം പോന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഈ പടത്തിലെ പിന്നെ പ്രൊഡ്യൂസറും സംവിധായകരും ഒക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാവുമ്പോൾ അവരെ ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കെതിരായിട്ട് ആൾക്കാർ തലപൊക്കും എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ട് കുറച്ച് അടങ്ങിയിരുന്നു. പക്ഷെ എന്നാലും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് അടങ്ങിയിരിക്കാൻ സഹിക്കാൻ തീരെ പറ്റുന്നില്ല. ഒരാൾ രക്ഷപ്പെടുന്നത് കണ്ടിട്ട് രക്ഷപ്പെടുകയല്ല. ഉണ്ണിമുകുന്ദൻ്റെയൊക്കെ സിനിമ 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴത്തേക്ക് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടറായിട്ട്. അതെ, മാർക്കോ 5 കോടി രൂപയോളമാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നേടിയത്. മറ്റ് സ്ഥലങ്ങളിൽ 5 ഭാഷയിലുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 5 കോടി രൂപയിലധികം നേടുന്നു. 10 കോടി രൂപ ഫസ്റ്റ് ഡേ ഇനീഷ്യൽ കളക്ഷൻ നേടുന്നു. ഇന്ത്യയിലുടനീളം ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായി മാർക്കോ മാറുന്നു. 5 ഭാഷയിൽ ചിത്രമുണ്ടല്ലോ. ഇതിപ്പോൾ 100 കോടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉണ്ണിമുകുന്ദൻ ഉയരും എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞു. അതിനാണിപ്പോൾ ഈ സാധനം പ്രചരിപ്പിക്കുന്നത്. ഉണ്ണിമുകുന്ദനെതിരെ വ്യാപകമായി ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാളെ മാത്രമല്ല, നാളെ ഇനിയിപ്പോൾ ബറോസൂടെ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരൂടെ കയറി പോകുമോ? ഇത് രണ്ടുപേരുടെ ശത്രുക്കളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആഷിഖ് കപൂറിൻ്റെ ഒരു പടം ഓടുന്നുണ്ട്, റൈഫിൾ ക്ലബ്ബ്. അത് വലിയ ആക്രമണമൊന്നുമില്ല. ആഷിഖ് കപൂറിനെതിരെ അല്ലേ? ആഷിഖ് കപൂർ ഇരവാദമാണല്ലോ. ആഷിഖ് കപൂർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇരവാദം പറയും. ആഷിഖ് കപൂറിനെ തടവില്ല. ആഷിഖ് കപൂറിനെ ഒന്നും ഇവർ ഒന്നും പറയത്തില്ല. ഇഷ്ടക്കാരനാണ്, ഇടതുപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ആളാണെന്ന് പറയുമ്പോഴും
ഒരു ഒരു മട്ടാഞ്ചേരി മാഫിയ സംഘത്തിൻ്റെ തലവനാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. എന്തായാലും മട്ടാഞ്ചേരി മാഫിയ ഉണ്ടെന്നുള്ളതും മട്ടാഞ്ചേരി മാഫിയ സംഘം ഒരു എന്താ പറയുക ഇവിടുത്തെ പല മറ്റ് നടന്മാരെയും നടിമാരെയും സിനിമയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന സംഘമാണെന്നും സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയും പോലും സിനിമയിൽ നിന്ന് ആര് സിനിമ ചെയ്യണം ആര് സിനിമ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സംഘമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. മറ്റൊരു വിഭാഗത്തിലൊരു സിനിമാ സംവിധായകൻ ഉയർന്നു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിലുള്ള ഒരു സിനിമാ സംവിധായകൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രൊഡ്യൂസറെ കിട്ടാതാക്കുക. ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറെ കൊണ്ട് പിൻവലിപ്പിക്കുക, കരാറിൽ നിന്ന് എഗ്രിമെൻറ്റിൽ നിന്ന് പിൻവലിപ്പിക്കുക. ഒരു നടനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നടനെ മാറ്റാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുക. ഇങ്ങനെ മൊത്തത്തിൽ ഇതൊരു ലോബിയാണ്. ആ ലോബിയാണ് ഈ ഉണ്ണിമുകുന്ദനെ എതിരെയും കളിക്കുന്നത്. പക്ഷെ കഴിവും കഠിനാധ്വാനം ചെയ്യാനുള്ള ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാമെന്നുള്ളൊരു സന്ദേശമാണ് ഉണ്ണിമുകുന്ദൻ കാലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചത് തന്നെ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹം തുടങ്ങാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള പണികൾ വ്യാപകമായി വന്നത് ഒരു തിരിച്ചറിവിൽ നിന്നാണ്. തന്നെ പൂട്ടുമെന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഈ ഒരു രീതിയിലൊരു ഇതൊക്കെ കൊണ്ടുവരാൻ കമ്പനിയെ കൊണ്ടുവന്ന് സ്വന്തമായി സിനിമകൾ ചെയ്യും. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇമാരി ഇനിയിപ്പോൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും പടം കയറിപ്പോവും. പടം കയറിപ്പോ എന്നുള്ള 100% ഒരു മാസീവ് വയലൻസ് ആണെന്നാണ് പടപ്പ. ഇത് അണിയറ പ്രവർത്തകർ തന്നെ ഇതിൻ്റെ ആദ്യം മുതലേ പറയുന്നുണ്ട് ഇതൊരു മാസീവ് വയലൻസ് ആണ്. ഈ കേരളം കാണാത്ത തരത്തിൽ ആദ്യമായി കാണാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ലാത്തതിനപ്പുറമുള്ള വയലൻസ് ആണ് മാർക്കോ എന്നുള്ള സിനിമ അവർ പറയുന്നുണ്ട്. ആ സിനിമ കെട്ടിയോളാണ് എൻ്റെ മാലാക പോലുള്ള ഒരു സിനിമയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അത് ആദ്യമേ പറഞ്ഞു വെച്ചത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ അക്രമം നടന്നേനെ. അത് അവർക്ക് നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർ ആദ്യം മുതലേ തന്നെ പറഞ്ഞു ഇത് വയലൻസ് ആണെന്ന്. പിന്നെ ഇവിടെ സർട്ടിഫിക്കറ്റാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സർക്കാർ സെൻസർ ചെയ്ത പടമാണല്ലോ. സെൻസർ ബോർഡ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന പടമാണ്. ഇപ്പോഴും പ്രചാരണം വരുന്നുണ്ട്. ഈ മാർക്കോ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരു സിനിമയാണ്. കലയായിട്ടല്ലേ കാണണ്ടേ? അതെ. സിനിമ എന്നതൊരു സന്ദേശം എന്നതിനപ്പുറം ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു മാധ്യമമാണ്. തീർച്ചയായും. അപ്പോൾ എല്ലാത്തരം സിനിമകളും വരട്ടെ. ഇപ്പോൾ കെട്ടിയോളാണ് എൻ്റെ മാലാക കാണാൻ താല്പര്യമുള്ളവർ അത് കാണട്ടെ. ഞാനത് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള ചിത്രങ്ങൾ അങ്ങനെയുള്ളവർ കാണട്ടെ. മാർക്കോ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാർക്കോ കാണട്ടെ. അതല്ലേ നല്ലത്. അതെ, മാർക്കോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുള്ളത് കൊണ്ടാണല്ലോ 30-ന് മേളിൽ കയറിയത് പടം. 30-ന് മേളിൽ കയറണമെങ്കിൽ മാർക്കോയെ കാണാൻ വേണ്ടി താല്പര്യമുള്ള ഇഷ്ടം പോലെ ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് കാണാനുള്ള സിനിമയാണത്. അതവർ കാണട്ടെ. ഈ വയലൻസ് ഒന്നുമില്ലാതെ സമാധാനപ്രിയരായിട്ടുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ പോയി കാണട്ടെ. പിന്നെ ഈ പറയുന്ന പോലെ ഫീൽ ഗുഡ് മൂവി കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെയുള്ള സിനിമകൾ കാണട്ടെ. ഇതിപ്പോൾ വേറൊന്നുമല്ല, ഏതെങ്കിലും രീതിയിൽ പടത്തെ പിടിച്ച് താഴെടാൻ നോക്കുക. പടത്തെ അല്ല, നടക്കുന്നില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പടത്തെ അല്ല ആക്രമിക്കുന്നത് ഉണ്ണിമുകുന്ദനാണ്, നടനെയാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെയാണ്. അദ്ദേഹത്തിന്റെ ദേശീയ ഗണേശോത്സവത്തിലൊക്കെ പോയി പങ്കെടുത്തു കളയും. ഗണേശോത്സവത്തിലൊക്കെ പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലേ ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടോ SFIക്കാരനായിട്ടോ വളർന്നിട്ടില്ലാത്ത ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവിടെ ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂലെന്നേ. അവിടെ ഈ കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്നേ. അവിടെ ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന സ്ഥലമാണോ അതൊക്കെ? അല്ലല്ലോ. അവിടെ വരുന്ന കുട്ടികൾ ഇവിടുത്തെ ആൾക്കാരെ പോലല്ലല്ലോ അവിടെ വളരുന്നേ. അവിടെയൊന്നും വളരുന്ന കുട്ടികൾ അങ്ങനെയുള്ളതല്ല. അവരൊക്കെ വലിയ രീതിയിലുള്ള കഥകൾ കേട്ട് വളർന്നവരാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ആ വിശ്വാസമാണ്. അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ ഇന്ത്യ തയ്യാറാണല്ലോ. അതെ, ഇന്ത്യ എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളാൻ ഈ രാജ്യം തയ്യാറാണ്. എല്ലാ വിശ്വാസങ്ങളെയും അതുപോലെ കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ മാത്രം നൽകുന്നുണ്ട്. ഇന്ത്യ അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. അവിടെ ഉണ്ണിയുണ്ട്. ഉണ്ണി ഒരു നടനാണ്. ഉണ്ണിമുകുന്ദൻ്റെ തൊഴിൽ സിനിമയാണ്. അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ വിട്ടുകളഞ്ഞൊരു തൊഴിൽ ചെയ്യണമെന്ന് ആർക്കെങ്കിലും നിർബന്ധിക്കും. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും വിശ്വാസങ്ങളും കളഞ്ഞാൽ മാത്രമേ പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ,
വിഷമാണെന്ന്. കാരണം ഒന്നുമില്ല, ഒരു ഗണപതിയുടെ വിഗ്രഹം പിടിച്ചുകൊണ്ടിരിക്കും. വിഷമാണ്. അല്ലാതെ പൊതുവേദിയിൽ അദ്ദേഹം ഏത് സമുദായത്തെ എന്ത് പറഞ്ഞു എന്നും കൂടെ ഇവരൊക്കെ പറയേണ്ടതുണ്ട്. അദ്ദേഹം വന്ന് ഏതെങ്കിലും സമുദായത്തിൻ്റെ പിന്നെ ഇപ്പോൾ ആരാധനാലയം തകർക്കണമെന്നോ ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയുക മത മേലധ്യക്ഷനെതിരെ സംസാരിക്കുകയോ ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെതിരെ പോലും ഒന്നും സംസാരിച്ചിട്ടില്ല ഇന്നുവരെ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പോലും എതിരെ പോലും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്താണ് ഈ ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ വരുന്നില്ല, പോകുന്നില്ല. അദ്ദേഹം ഗണേശോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് എന്താണ് തെറ്റ്? ഗണേശോത്സവം ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയാണോ? ഇവർക്കൊക്കെ ഇതൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെ ചിന്ത ലോകത്തുള്ളൂ, ഇവരുടെ ചിന്ത മാത്രമേ ജീവിക്കുന്നുള്ളൂ, ഇവർ മാത്രമാണ്, ഇവരുടെ ഒരു ലോകമാണിത്. ഇവരുടെ എന്താ പറയുക, ഈ പിന്നെ ഒരു തവണ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭായാത്രയുണ്ടല്ലോ, ശോഭായാത്രയ്ക്ക് അനൗൺസ്മെൻറ്റ് പോയി. അനൗൺസ്മെൻറ്റ് പോകുന്ന വാഹനം ഒരിടത്ത് തടഞ്ഞു. സംഭവം ഇതിനകത്തൊരു കാവി കൊടി കെട്ടിയിട്ടുണ്ട്. ബാലഗോകുലമാണ് നടത്തുന്നത്, RSS ആണ് അല്ല, ബാലഗോകുലം നടത്തുന്ന പരിപാടിയാണത്. കാവി കണ്ടാലേ അവർക്ക് ഹാലിളകും. ശോഭായാത്ര അനൗൺസ്മെൻറ്റ് പോയപ്പോൾ അത് തടഞ്ഞു. അനൗൺസ്മെൻറ്റ് രാവിലെ പോലെ വാഹനം വരെ തടഞ്ഞു. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ചിന്താഗതി. അതായത് ഉണ്ണിമുകുന്ദനെ ഒന്നും തടയാൻ നിങ്ങളെ കൊണ്ട് ഇനി സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അടുത്ത ആരെങ്കിലും ശത്രുവിനെ കണ്ടെത്താനുള്ള ശ്രമം എത്രയും വേഗം നിങ്ങൾ നടത്തണം. കാരണം എല്ലാ കാലത്തും നിങ്ങൾക്കൊരു ശത്രു ആവശ്യമാണ്. ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ ഈ ശത്രുവിനെതിരെ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ അറിയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെല്ലാം കൂടി അതിനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ആരംഭിക്കണം. പടം എന്തായാലും 100 കോടിയിൽ എത്താനുള്ള എല്ലാ സാധ്യതയും കണ്ടു കഴിഞ്ഞു. നാളെ മോഹൻലാലിൻ്റെ ബറോസും കൂടെ വരുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് എല്ലാവരും കൂടെ രണ്ടുപേരെ ആക്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു ഇത് പോരുത്, മാറിപ്പോരുത്. ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കും, ഒന്നെങ്കിൽ ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ മോഹൻലാൽ. മറ്റേ ഈ CPM-ൻ്റെ പ്രൊഫൈൽ ഇട്ടിട്ട് വന്നിട്ട് തെറി പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പോയി നിറം മാറും. അവസാനം വായിച്ച് വരുമ്പോഴത്തേക്ക് നിറം അങ്ങ് മാറിപ്പോവും. സഹോദരനായി മാറും. ശരി, എന്തായാലും മാർക്കോ 30 കോടിയും കടന്ന് മുന്നേറുകയാണ്. ഉണ്ണിമുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ താരം ആയി തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും മാർക്കോയ്ക്ക് നേരെയും ഉണ്ണിമുകുന്ദൻ്റെ മുൻകാല ചിത്രങ്ങൾ പോലെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിടുന്നത്. എന്നാൽ അതിനെല്ലാം അതിജീവിക്കാൻ കഴിവും അർപ്പണവും കൊണ്ട് സാധിക്കുമെന്ന് ഉണ്ണിമുകുന്ദൻ ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു.